നമസ്കാരം. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, വിവാഹം തുടങ്ങിയ ഭാവിയിലെ പ്രധാന ആവശ്യങ്ങൾക്കായി നേരത്തെ സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് പരിഗണിക്കാവുന്ന കേന്ദ്ര സർക്കാർ ചെറു സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ഇതിനെപ്പറ്റിയാണ് വളരെ വിശദമായി പറയുന്നത്. സോ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കുട്ടിയുടെ ഭാവിക്കായി വലിയൊരു തുക കണ്ടെത്തുക എന്നത് അവസാന നിമിഷത്തിൽ എളുപ്പമാകില്ല. എന്നാൽ കുട്ടി ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ചെറിയ തുകകളായി സമ്പാദ്യം ആരംഭിച്ചാൽ ദീർഘകാലത്തിനുള്ളിൽ ഗണ്യമായൊരു നിധി രൂപപ്പെടുത്താൻ സാധിക്കും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് പെൺകുട്ടിയുടെ പേരിൽ രക്ഷിതാവിന് അക്കൗണ്ട് ആരംഭിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇത് ഓഹരി വിപണിയുമായി ബന്ധമുള്ള പദ്ധതിയല്ലാത്തതിനാൽ ദിവസേനയുള്ള വിപണി ഉയർച്ച താഴ്ചകൾ അക്കൗണ്ടിലെ പണത്തെ നേരിട്ട് ബാധിക്കില്ല. അതേസമയം ഇതൊരു അത്ഭുത നിക്ഷേപമോ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പണം ഫലമടങ്ങാകുന്ന പദ്ധതിയോ അല്ല. ദീർഘകാലം തുടർച്ചയായി നിക്ഷേപിക്കുകയും പണം ഇടയ്ക്കിടെ ഉപയോഗിക്കാതെ നിലനിർത്തുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത്. അതിനാൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് കുടുംബത്തിന്റെ വരുമാനം, മറ്റ് സാമ്പത്തിക ബാധ്യതകൾ, അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പണം, കുട്ടിയുടെ പ്രായം തുടങ്ങിയ കാര്യങ്ങൾ കൂടി വിലയിരുത്തണം. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നവർക്കും മകളുടെ ഭാവിക്കായി പ്രത്യേകം മാറ്റിവെക്കുന്ന പണം മറ്റാവശ്യങ്ങൾക്ക് ചെലവാകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ പദ്ധതി സഹായകരമായേക്കാം. എന്നാൽ നിക്ഷേപിക്കുന്ന തുക എത്രയാകണം എന്നത് മറ്റൊരാളുടെ മാതൃക അനുസരിച്ച് തീരുമാനിക്കാതെ സ്വന്തം സാമ്പത്തിക ശേഷിയെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കുന്നതാണ് ഉചിതം. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന പ്രത്യേകത അക്കൗണ്ട് രക്ഷിതാവിന്റെ പേരിലല്ല, മറിച്ച് പെൺകുട്ടിയുടെ പേരിലാണ് നിലനിൽക്കുന്നത്. കുട്ടിക്ക് 10 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപാണ് സാധാരണയായി അക്കൗണ്ട് ആരംഭിക്കേണ്ടത്. കുട്ടിയുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നിയമപരമായ രക്ഷകർത്താവ് അക്കൗണ്ട് തുറക്കാം. ഒരു പെൺകുട്ടിയുടെ പേരിൽ രാജ്യത്ത് ഒരു സുകന്യ സമൃദ്ധി അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിൽ സാധാരണയായി പരമാവധി 2 പെൺകുട്ടികളുടെ പേരിലാണ് അക്കൗണ്ടുകൾ ആരംഭിക്കാൻ കഴിയുക. എന്നാൽ ഇരട്ട കുട്ടികളോ ഒരേ പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികളോ ഉൾപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ ആവശ്യമായ ജനന സർട്ടിഫിക്കറ്റുകളും സത്യവാങ്മൂലവും സമർപ്പിച്ചാൽ 2-ലധികം അക്കൗണ്ടുകൾ അനുവദിക്കാവുന്ന വ്യവസ്ഥയുണ്ട്. അതിനാൽ കുടുംബത്തിൽ 2-ലധികം പെൺകുട്ടികൾ ഉണ്ടെന്ന കാരണത്താൽ നേരിട്ട് അക്കൗണ്ട് നിരസിക്കപ്പെടുമെന്ന് കരുതേണ്ടതില്ല. ജനനക്രമവും ഔദ്യോഗിക രേഖകളും പരിശോധിച്ചാണ് തീരുമാനം. അക്കൗണ്ട് തുടങ്ങാൻ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പ്രധാന രേഖയാണ്. കൂടാതെ രക്ഷിതാവിന്റെ തിരിച്ചറിയൽ രേഖ, വിലാസരേഖ, പാൻ, ആധാർ കാർഡ്, ഫോട്ടോ എന്നിവ അക്കൗണ്ട് തുറക്കുന്ന സ്ഥാപനത്തിൽ KYC നിയമങ്ങൾ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാം. രേഖകളിലെ കുട്ടിയുടെ പേര്, ജനന തീയതി, രക്ഷിതാവിന്റെ വിവരങ്ങൾ എന്നിവ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അപേക്ഷ വൈകാൻ സാധ്യതയുള്ളതിനാൽ ആദ്യം തന്നെ അവ പരിശോധിക്കണം. കുട്ടിയുടെ പ്രായപരിധി അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാതെ രേഖകൾ തയ്യാറായ ഉടൻ അക്കൗണ്ട് ആരംഭിക്കുന്നത് നിക്ഷേപത്തിന് കൂടുതൽ സമയം ലഭിക്കാൻ സഹായകമായേക്കും. ഈ പദ്ധതിയിൽ വലിയ തുക കൊണ്ട് മാത്രമേ നിക്ഷേപം തുടങ്ങാനാകൂ എന്ന ധാരണ ശരിയല്ല. നിലവിലെ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 250 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ മതി. പരമാവധി നിക്ഷേപിക്കാവുന്ന തുക ഒരു സാമ്പത്തിക വർഷത്തിൽ 1,50,000 രൂപയാണ്. അക്കൗണ്ട് ആരംഭിച്ചതിനു ശേഷം എല്ലാ മാസവും ഒരു തുക നിർബന്ധമായും അടയ്ക്കണമെന്ന വ്യവസ്ഥയില്ല. കുടുംബത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് വർഷത്തിൽ 1-ലധികം തവണകളായി പണം നിക്ഷേപിക്കാം. ഒരു വർഷം കൂടുതൽ തുകയും അടുത്ത വർഷം കുറഞ്ഞ തുകയും നിക്ഷേപിക്കുന്നതിനും തടസ്സമില്ല. എന്നാൽ വാർഷിക കുറഞ്ഞ തുകയും പരമാവധി പരിധിയും പാലിക്കണം. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 15 വർഷം പൂർത്തിയാകുന്നതുവരെ മാത്രമാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 250 രൂപ പോലും അടയ്ക്കാതിരുന്നാൽ അക്കൗണ്ട് ഡിഫോൾട്ട് നിലയിലാകാം. അത്തരമൊരു അക്കൗണ്ട് വീണ്ടും ക്രമപ്പെടുത്താൻ ഓരോ കുടിശ്ശിക വർഷത്തിനും 50 രൂപ പിഴയും ആ വർഷങ്ങളിലെ കുറഞ്ഞ നിക്ഷേപ തുകയും അടയ്ക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിഴയായി 50 രൂപ മാത്രം അടച്ചാൽ മതിയെന്നല്ല, അടയ്ക്കാതെ പോയ വർഷങ്ങളിലെ കുറഞ്ഞ നിക്ഷേപവും കൂടി നൽകണം. മറ്റൊരു പ്രധാന കാര്യം, വർഷത്തിൽ 1,50,000 രൂപയിൽ കൂടുതലായി അബദ്ധത്തിൽ നിക്ഷേപിച്ചാൽ അധിക തുകയ്ക്ക് പദ്ധതിയുടെ പലിശ ലഭിക്കില്ല എന്നതാണ്. അതിനാൽ ഓൺലൈൻ ഇടപാട്, ബാങ്ക് ട്രാൻസ്ഫർ, പോസ്റ്റ് ഓഫീസ് നിക്ഷേപം എന്നിവ നടത്തുമ്പോൾ ആ സാമ്പത്തിക വർഷത്തിൽ ഇതിനകം അടച്ച മൊത്തം തുക പരിശോധിക്കുന്നത് നല്ലതാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ ആകർഷക ഘടകങ്ങളിലൊന്നാണ് സർക്കാർ നിശ്ചയിക്കുന്ന പലിശ നിരക്ക്. 2026 ജൂലൈയിലെ ലഭ്യമായ ഔദ്യോഗിക വിവരപ്രകാരം വാർഷിക പലിശ നിരക്ക് 8.2%. പലിശ വർഷാവസാനത്തിൽ അക്കൗണ്ടിൽ ചേർക്കുകയും പിന്നീട് ആ തുകയ്ക്ക് പലിശ ലഭിക്കുകയും ചെയ്യുന്നതിനാൽ ദീർഘകാലത്ത് കൂട്ടുപലിശയുടെ പ്രയോജനം ലഭിക്കും. എന്നാൽ അക്കൗണ്ട് തുറക്കുന്ന ദിവസം നിലവിലുള്ള 8.2% പലിശ അടുത്ത 21 വർഷവും മാറ്റമില്ലാതെ തുടരുമെന്ന് കരുതരുത്. ചെറു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്കുകൾ കേന്ദ്ര സർക്കാർ ഓരോ പാദത്തിലും പരിശോധിച്ച് നിലനിർത്തുകയോ മാറ്റുകയോ ചെയ്യാം. അതുകൊണ്ട് ഇന്ന് തയ്യാറാക്കുന്ന ഏതൊരു മെച്യൂരിറ്റി കണക്കും ഒരു അനുമാനം മാത്രമാണ്. സുകന്യ സമൃദ്ധിയുടെ പലിശ സാധാരണ ബാങ്ക് സ്ഥിര നിക്ഷേപവുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ആകർഷകമായി തോന്നാം. എന്നാൽ എല്ലാ ബാങ്കുകളുടെയും FD നിരക്ക് ഒരുപോലെയല്ല. കാലാവധി, ബാങ്ക് നിക്ഷേപകന്റെ പ്രായം എന്നിവ അനുസരിച്ച് അത് മാറുന്നതിനാൽ FDക്ക് 7% മാത്രം എന്ന പൊതുവായ താരതമ്യം കൃത്യമല്ല.
പദ്ധതിയുടെ ഗുണം വിലയിരുത്തുമ്പോൾ പലിശ മാത്രം നോക്കാതെ 21 വർഷത്തെ കാലാവധി, പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം, നികുതി സംവിധാനം, പണപ്പെരുപ്പം എന്നിവയും പരിഗണിക്കണം. കൂടുതൽ പലിശ ലഭിക്കുമെന്ന ഒരു കാരണത്താൽ കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് ശരിയായ സമീപനമാകില്ല. അടിയന്തര ആവശ്യങ്ങൾക്ക് എളുപ്പത്തിൽ പിൻവലിക്കാവുന്ന വേറൊരു FD നിലനിർത്തുന്നത് അത്യാവശ്യമാണ്. നികുതി സംബന്ധിച്ച കാര്യങ്ങളിലും വ്യക്തത ആവശ്യമാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ അടയ്ക്കുന്ന തുക പഴയ നികുതി സംവിധാനം തിരഞ്ഞെടുക്കുന്ന യോഗ്യരായ നികുതിദായകർക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരമുള്ളതിനായി ഉപയോഗിക്കാം. എന്നാൽ 80C, 80CCC, 80CCD എന്നിവ ചേർന്നുള്ള ആകെ കിഴിവിന്റെ സാധാരണ പരമാവധി പരിധി 1,50,000 രൂപയാണ്. അതായത് ഒരാൾ ഇതിനകം തന്നെ പ്രൊവിഡന്റ് ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഹോം ലോൺ മുതലടവ് തുടങ്ങിയവയുടെ 80C പരിധി പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുകന്യ അക്കൗണ്ടിലെ നിക്ഷേപത്തിന് അധികമായി മറ്റൊരു 1,50,000 രൂപ കിഴിവ് ലഭിക്കില്ല. പുതിയ നികുതി സംവിധാനത്തിൽ സാധാരണയായി സെക്ഷൻ 80C കിഴിവ് അനുവദിക്കുന്നില്ലെന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അതേസമയം അക്കൗണ്ട് ലഭിക്കുന്ന പലിശയും നിയമാനുസൃതമായി ലഭിക്കുന്ന പിൻവലിക്കൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി തുകയും ആദായ നികുതി നിയമത്തിലെ ബാധകമായ വ്യവസ്ഥകൾ പ്രകാരം നികുതി വിമുക്തമായി പരിഗണിക്കപ്പെടുന്നു. ഇതാണ് ഈ പദ്ധതിയെ സാധാരണ നികുതിയിലുള്ള പല സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. എന്നിരുന്നാലും നിക്ഷേപം, പലിശ, മെച്യൂരിറ്റി എല്ലാം നികുതിയില്ല എന്ന വാചകം മാത്രം കേട്ട് നിക്ഷേപം തീരുമാനിക്കരുത്. നിക്ഷേപകന്റെ നികുതി സംവിധാനം, വരുമാനം, ഇതിനകം ഉപയോഗിച്ച 80C പരിധി എന്നിവ അനുസരിച്ചാണ് യഥാർത്ഥ നികുതി പ്രയോജനം. നികുതി നിയമങ്ങൾ കാലക്രമത്തിൽ മാറാൻ സാധ്യതയുള്ളതിനാൽ അക്കൗണ്ട് തുറക്കുമ്പോഴും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോഴും നിലവിലെ നിയമം പരിശോധിക്കുകയോ യോഗ്യനായ നികുതി വിദഗ്ധന്റെ അഭിപ്രായം തേടുകയോ ചെയ്യണം. അക്കൗണ്ടിന്റെ കാലാവധിയും പണം പിൻവലിക്കുന്നതിനുള്ള നിയമങ്ങളും മനസ്സിലാക്കാതെ നിക്ഷേപം തുടങ്ങരുത്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷം പൂർത്തിയാകുമ്പോഴാണ് സാധാരണയായി മെച്യൂർ ആകുന്നത്. നിക്ഷേപം നടത്തേണ്ടത് ആദ്യത്തെ 15 വർഷം മാത്രമാണെങ്കിലും പിന്നീട് അക്കൗണ്ടിൽ നിലനിൽക്കുന്ന തുകയ്ക്ക് ബാധകമായ നിരക്കിൽ പലിശ ലഭിക്കുന്നത് തുടരാം. കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ രക്ഷിതാവാണ് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അതിനുശേഷം ആവശ്യമായ രേഖകൾ നൽകി അക്കൗണ്ട് ഉടമയായ പെൺകുട്ടിക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാം. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപുള്ള സാമ്പത്തിക വർഷാവസാനത്തിലെ ബാലൻസിന്റെ പരമാവധി 50% വരെ പിൻവലിക്കാൻ അനുമതിയുണ്ട്. ഈ സൗകര്യം പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷമോ 10ാം ക്ലാസ് വിജയിച്ച ശേഷമോ ഇവയിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അത് ഉപയോഗിക്കാം. കോളേജ് പ്രവേശന രേഖയോ ഫീസ് വിവരങ്ങളോ പോലുള്ള തെളിവുകൾ നൽകണം. ആവശ്യമായ വിദ്യാഭ്യാസ ചെലവിനേക്കാൾ കൂടുതലായി പണം ലഭിക്കില്ല. ഒറ്റത്തവണയായോ വർഷത്തിൽ പരമാവധി ഒരു തവണ വീതം 5 വർഷം വരെയുള്ള ഗഡുക്കളായോ പിൻവലിക്കാൻ വ്യവസ്ഥയുണ്ട്. 18 വയസ്സിന് ശേഷമുള്ള വിവാഹത്തിനായി നിബന്ധനകൾ പാലിച്ച് അക്കൗണ്ട് നേരത്തെ അടയ്ക്കാനും സാധിക്കും. ജീവന ഭീഷണിയായ രോഗത്തിന് ചികിത്സ ആവശ്യമായ സാഹചര്യമോ രക്ഷിതാവിന്റെ മരണമോ പോലുള്ള അത്യന്തം കരുണാർഹമായ സാഹചര്യങ്ങളിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് നേരത്തെ അവസാനിപ്പിക്കാം. സാധാരണയായി ഇത്തരത്തിലുള്ള അനുമതി അക്കൗണ്ട് തുറന്ന് 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ലഭിക്കില്ല. അതിനാൽ ഇത് ഏത് സമയത്തും പണം പിൻവലിക്കാവുന്ന സാധാരണ സേവിങ്സ് അക്കൗണ്ട് അല്ല. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലും സർക്കാർ അംഗീകരിച്ച നിർദ്ദിഷ്ട ബാങ്കുകളിലും ആരംഭിക്കാം. എല്ലാ ബാങ്ക് ശാഖകളും ഈ സൗകര്യം നൽകണമെന്നില്ലാത്തതിനാൽ സമീപത്തെ ശാഖയിൽ ഈ സൗകര്യം ലഭ്യമാണോ എന്ന് ആദ്യം അന്വേഷിക്കണം. അപേക്ഷാ ഫോമിനൊപ്പം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, രക്ഷിതാവിന്റെ തിരിച്ചറിയൽ വിലാസരേഖകൾ, പാൻ, ആധാർ കാർഡ്, ഫോട്ടോ, പ്രാരംഭ നിക്ഷേപം എന്നിവ ആവശ്യമായി വരാം. പ്രത്യേക സാഹചര്യത്തിൽ 2ലധികം പെൺകുട്ടികളുടെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ഇരട്ട കുട്ടികളുടെയോ 3 കുട്ടികളുടെയോ ജനനം തെളിയിക്കുന്ന രേഖകളും സത്യവാങ്മൂലവും ആവശ്യപ്പെടാം. അക്കൗണ്ട് ആരംഭിച്ച ശേഷം പാസ്ബുക്കിലോ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലോ കുട്ടിയുടെ പേര്, ജനന തീയതി, അക്കൗണ്ട് തുറന്ന തീയതി, രക്ഷിതാവിന്റെ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പാക്കണം. ജോലി, താമസം അല്ലെങ്കിൽ പഠനം സംബന്ധിച്ച് മറ്റൊരു നഗരത്തിലേക്കോ സംസ്ഥാനത്തിലേക്കോ മാറേണ്ടി വന്നാൽ അക്കൗണ്ട് അവസാനിപ്പിക്കേണ്ടതില്ല. ഇന്ത്യക്കുള്ളിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ മറ്റൊന്നിലേക്കോ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്കോ പോസ്റ്റ് ഓഫീസും ബാങ്കും തമ്മിൽ അക്കൗണ്ട് മാറ്റാൻ സംവിധാനമുണ്ട്. താമസം മാറിയതിന്റെ തെളിവ് നൽകിയാൽ നിയമപ്രകാരം സൗജന്യമായ ട്രാൻസ്ഫർ അനുവദിക്കും. അത്തരമൊരു തെളിവില്ലാത്ത ചില ട്രാൻസ്ഫറുകൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കാം. പണം അടയ്ക്കാനുള്ള ഓൺലൈൻ സൗകര്യം, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ, മൊബൈൽ ബാങ്കിംഗ് എന്നിവ സ്ഥാപനമനുസരിച്ച് വ്യത്യാസപ്പെടുന്നതിനാൽ അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് തന്നെ ലഭ്യമായ സൗകര്യങ്ങൾ ചോദിച്ചറിയണം. നിക്ഷേപത്തിന്റെ രസീതുകളും വാർഷിക സ്റ്റേറ്റ്മെന്റുകളും സൂക്ഷിക്കുന്നത് ഭാവിയിലെ വിദ്യാഭ്യാസ പിൻവലിക്കലിനും നികുതി രേഖകൾക്കും സഹായകരമാണ്. ഇനി ഈ പദ്ധതിയിലൂടെ എത്ര തുക ലഭിക്കാമെന്ന ചോദ്യം പരിശോധിക്കാം. ഉദാഹരണത്തിന് നിലവിലെ 8.2% നിരക്ക് മുഴുവൻ കാലയളവിലും മാറ്റമില്ലാതെ തുടരുമെന്നും ഓരോ വർഷവും നിശ്ചിത സമയത്ത് ഒരേ തുക നിക്ഷേപിക്കുമെന്നും സങ്കല്പിച്ചാൽ വർഷം 10,000 രൂപ വീതം 15 വർഷം നിക്ഷേപിക്കുന്ന ഒരാൾ ആകെ 1,50,000 രൂപ അടയ്ക്കും. നിക്ഷേപിക്കുന്ന തീയതി അനുസരിച്ച് 21ാം വർഷത്തിൽ ഏകദേശം 4.4 ലക്ഷം മുതൽ 4.8 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നാണ് ലളിതമായ അനുമാനം.
വർഷം 50,000 രൂപ വീതം അടച്ചാൽ മൊത്തം നിക്ഷേപം 7,50,000 രൂപയും കണക്കാക്കിയ മെച്യൂരിറ്റി തുക ഏകദേശം 22 ലക്ഷം മുതൽ 24 ലക്ഷം രൂപ വരെയും ആയേക്കാം. പരമാവധി പരിധിയായ വർഷം 1,50,000 രൂപ വീതം 15 വർഷം നിക്ഷേപിച്ചാൽ ആകെ നിക്ഷേപം 22,50,000 രൂപയാകും. അതേ പലിശ നിരക്ക് തുടരുന്നു എന്ന അനുമാനത്തിൽ മെച്യൂരിറ്റി മൂല്യം ഏകദേശം 66 ലക്ഷം മുതൽ 72 ലക്ഷം രൂപ വരെ എത്താം. എന്നാൽ ഈ കണക്കുകൾ ഉറപ്പു നൽകുന്ന വാഗ്ദാനമല്ല. ഭാവിയിൽ സർക്കാർ പലിശ നിരക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഓരോ വർഷവും ഏത് തീയതിയിൽ പണം അടയ്ക്കുന്നു എന്നതും അന്തിമ തുകയെ ബാധിക്കും. അതിനാൽ 69 ലക്ഷം ഉറപ്പായും ലഭിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവന ഒഴിവാക്കണം. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ യഥാർത്ഥ ശക്തി ഒരു വലിയ സംഖ്യയിലല്ല, വർഷങ്ങളോളം ക്രമമായി സമ്പാദിക്കാൻ കുടുംബത്തെ പ്രേരിപ്പിക്കുന്ന സംവിധാനത്തിലാണ്. മകളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഏക സാമ്പത്തിക പദ്ധതി ഇത് മാത്രമാക്കാതെ കുടുംബത്തിന്റെ അടിയന്തര നിധി, രക്ഷിതാക്കളുടെ ലൈഫ് ഇൻഷുറൻസ്, മറ്റ് ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തി സമഗ്രമായ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കണം. അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ പലിശ നിരക്കും നിയമങ്ങളും പോസ്റ്റ് ഓഫീസിലോ അംഗീകൃത ബാങ്കിലോ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റിലോ പരിശോധിച്ചുറപ്പിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ മറക്കാതെ ഫോളോ ചെയ്യുക. Please subscribe our channel.